ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ആതിരയും നൂറയും ഈ അനുമോളെ കൂടെ ഒന്നിപ്പിക്കാൻ നടക്കുന്നു. അത് സ്നേഹത്തിന്റെ മേളിലൊന്നും അല്ല. ഇവരൊന്നിച്ചാലേ അനീഷിന്റെ പണി നടക്കത്തുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും അക്ബറിന്റെ ഒരു കുമ്പസാരം ഇന്ന് കൺസെഷൻ റൂമിൽ നടന്നിരുന്നു. അക്ബറിനെ ബിഗ് ബോസ് വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബർ പറയുന്നത്, എനിക്കിപ്പോൾ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരു പേടിയുണ്ട്. PR-നെയാണ് എനിക്ക് ഭയം. ഇവിടെ കുറെ പേര് കുറെ പൈസ ഒക്കെ കൊടുത്തിട്ട് PR നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, PR ഇല്ലാത്ത ഒരു മഹാനാണ് ഈ പറയുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. എനിക്ക് അതുകൊണ്ട് പേടിയുണ്ട്. ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ് കുമ്പസാരം നടത്തുന്നത്. ഓക്കെ, ഇപ്പോഴും അക്ബറിന് മനസ്സിലായിട്ടില്ല താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അവിടെയും ഒരു PR എന്ന് പറഞ്ഞിട്ട് അനുമോളെ തന്നെ, വേറെ ആരെയാ? അനുമോൾക്കെതിരെ ആണല്ലോ ആദ്യം മുതൽ ഇതുവരെയും ഗെയിം കളിച്ചിരിക്കുന്നത്. അനുമോൾക്കെതിരെ മാത്രമാണല്ലോ ഒരു ടാർഗറ്റിങ്, അതുപോലെ കുത്തിത്തിരിപ്പ്, കൂടെയുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരെ ബൂസ്റ്റ് ചെയ്ത് വിടുന്നു. ഇതെല്ലാം ചെയ്തത് അക്ബറാണ്. നമുക്കറിയാം, നമ്മൾ വെളിയിൽ നിന്ന് കണ്ടതുമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടായ രീതിയിൽ അവിടെ വന്ന് സംസാരിക്കുന്നു. കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് കാണിക്കുന്നതും ഇതേ സ്വഭാവം തന്നെ, ഒരു മാറ്റവും ഇല്ല. അവിടെ പിന്നെ എടുത്ത് കുറ്റം പറയുന്നത് PR. ഇപ്പോൾ അവർക്ക് അനുമോൾക്കെതിരെ പറയാൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് PR എന്നാണ്. ഇവരുടെയൊക്കെ വിചാരം ഈ വെളിയിൽ നിന്ന് കാണുന്നത് നമ്മളെല്ലാം ഈ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഓക്കെ നിങ്ങൾക്ക് ആർക്കും PR ഇല്ല, പാവം പിടിച്ച അനുമോള് മാത്രം PR കൊടുത്തു വന്നു നിങ്ങളെല്ലാം കയറി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാവർക്കും അവിടെ PR ഉണ്ടെന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. പക്ഷെ ഇവര് മറച്ചു വെക്കുന്നു. ജനങ്ങളുടെ, നമ്മളെല്ലാം കണ്ണിൽ പൊടിയിടുന്ന പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ എന്റെ പ്രൊഫഷണൽ ഇത് പാട്ടാണ്, അപ്പൊ എന്റെ പ്രൊഫഷനെ ഇത് ബാധിക്കുമോ എന്നൊക്കെ അവിടെ പേടിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ അക്ബർ പറയുന്നുണ്ട്. അക്ബർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താൻ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലം താൻ തന്നെ അനുഭവിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. അപ്പം അതെന്തായാലും നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഇതിലും വലിയ സ്റ്റാറുകള്, സീരിയലിലും സിനിമയിലൊക്കെ തിളങ്ങി നിന്ന താരങ്ങൾ അവിടെ പോയി നെഗറ്റീവായി വന്നിട്ട് പിന്നെ അവരെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ അക്ബറിനെ എല്ലാവരും തള്ളി പറയുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു പ്രതിഫലനം എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ജീവിതകാലം മുഴുവൻ ഈ ബിഗ് ബോസ് ഷോ എന്നുവരെ ഉണ്ടോ അതിനുശേഷവും അക്ബറിന്റെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് എപ്പോഴും ആ ഒരു നെഗറ്റീവ് അവിടെ തന്നെ കാണും, എങ്ങും പോകത്തില്ല. ഇപ്പോൾ കുമ്പസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുമ്പസാരക്കൂടാണ് ഇപ്പം ഈ കൺഫെഷൻ റൂം. എല്ലാവരെയും വിളിപ്പിച്ച് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. കുമ്പസാരം നടത്തിക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പൊ അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് കൺഫെഷൻ റൂമിൽ 1.5 മണിക്കൂർ പോയി സംസാരിച്ച ആളുണ്ടായിരുന്നു, വേറെ ആരുമല്ല, ആദിലയും നൂറയും. അപ്പൊ അതിനെപ്പറ്റി ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അപ്പം ഇന്നൊരു ഓഡിയോ കേൾക്കാനിടയായി. ആ ഓഡിയോയിൽ പറയുന്നത് ഇവർക്ക് എന്തോ മുട്ടിനെങ്ങാൻ ശസ്ത്രക്രിയ നടത്തി അതിനെക്കുറിച്ചുള്ള എന്തോ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഡിയോ ഒക്കെ പുറത്തു വരുന്നത് എനിക്ക് കേൾക്കാനിടയായി. അപ്പം മുട്ടിന് എന്താണ് പ്രശ്നം നമ്മൾ ഇതുവരെയും അവരുടെ ആരുടെയും മുട്ടിന് പ്രശ്നമുണ്ടായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. നൂറയ്ക്ക് ആയിക്കോട്ടെ, ആദിലയ്ക്ക് ആയിക്കോട്ടെ, ആർക്കും ആ ടാസ്കിലൊക്കെ നൂറ് അവിടെ കളിക്കുമ്പോൾ ഒരു വേദന പോലും പറഞ്ഞിട്ടില്ല. എന്റെ കാല് വേദനിക്കുന്നോ കൈ വേദനിക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെല്ലാം ശേഷം ഇവർ വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കൺഫെഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് കേൾക്കാം. സത്യം, ഐ ആം സോ ഹാപ്പി. കണ്ടു, ആദിലാണ് ഇത് പറയുന്നത്. നൂറ അവിടെ ഇരുന്നുണ്ട് സത്യം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആരെയാണ് കണ്ടത്? അതാണ് നമുക്കറിയേണ്ടത്. ആരെയാണ് കണ്ടത്? ഇവര് സംസാരിക്കുന്നത് വെച്ച് നോക്കിയാൽ എന്തോ പ്രധാനപ്പെട്ട ഒരാളെ തന്നെയാണ് ഈ കണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഇവരെ വിളിച്ചുകൊണ്ട് പോയി കൃത്യമായി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവരുടെ സ്വഭാവം മാറി തുടങ്ങിയത്. എന്തോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിച്ചാണ് അകത്ത് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നൂറയെ ഞങ്ങൾ ജയിപ്പിക്കാം എന്നിങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കിനി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാ, ഞാനും അവരന്തം വിട്ട അവസ്ഥയായിരുന്നു. ലാസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ആ ലാസ്റ്റ് വേർഡ്സ്? ആ ലാസ്റ്റ് വേർഡ്സ് ആണോ ഇനി കപ്പ് വല്ലതും തന്നേക്കാം എന്നുള്ളത്, നൂറയ്ക്ക് കപ്പ് കൊടുത്തേക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ നൂറെ ടോപ്പ് 2-ൽ എത്തിക്കാന്നുള്ളത്? എന്താണ് അവിടെ നടന്നത്? ഇതെല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ്. ഇത് നമ്മളെല്ലാം കണ്ണിൽ പൊടിയിടുന്നത് പോലെ ബിഗ് ബോസ് എന്തോ അതിനകത്ത് നല്ലൊരു ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ ഈ പറഞ്ഞ അനുമോൾക്കെതിരെ ഇത്രയും കോർണറിങ് ഉണ്ടായത്, അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 3.5 ലക്ഷം രൂപ എങ്ങനെ കിട്ടി അതില് നൂറയ്ക്ക്? അക്ബറിനെ ചതിച്ചുകൊണ്ടല്ലേ ആ 3.5 ലക്ഷം രൂപ ഈ പറയുന്ന ബിഗ് ബോസ് ഈ നൂറയ്ക്ക് കൊടുത്തത്. ഒരു ഗെയിം ആണെങ്കിൽ ആ ഗെയിമിന്റെ രീതിയിൽ പോകണ്ടേ?
അവിടെ എല്ലാരെയും കൊണ്ട് പറയിച്ച് അത് നൂറയ്ക്ക് കിട്ടത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് ബിഗ് ബോസ് ചെയ്ത പണി എന്ന് വെച്ചാൽ എടുത്ത പണിക്കുള്ള ഉപകാരം അല്ലെങ്കിൽ എടുത്ത പണിക്കുള്ള പൈസ. അന്തം വിട്ട അവസ്ഥയായിരുന്നു. ഇത് നൂറ് കണ്ടില്ലായിരുന്നു മാറ്റിയത്. സോ ഹാപ്പി. അപ്പോഴത്തേക്ക് നൂറ പറയാണ് ഞാൻ അന്തം വിട്ടു പോയൊരു അവസ്ഥയാണെന്ന്. അവിടെ ആദ്യം പറയുന്നുണ്ട് ഇന്ന ആളെ കണ്ടില്ലായിരുന്നോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നല്ല ബെസ്റ്റ് ഗെയിം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, ഇനിയിപ്പോൾ ബിഗ് ബോസ് കളിക്കാൻ പോകുന്ന കളിയൊക്കെ ഈ അനുമോൾക്കെതിരെയുള്ള കളികളായിരിക്കാം, അനീഷിനെതിരെയുള്ള കളികളായിരിക്കാം. ഇത് രണ്ടുപേർക്കുമെതിരെ എന്തായാലും ഈ പറയുന്ന ബിഗ് ബോസ് നല്ല വെട്ടിക്കെട്ട് കളി കളിക്കും. ആരും അതിൽ വീഴാതിരിക്കുക. നൂറയ്ക്ക് അവിടെ വോട്ട് കയറണമെങ്കിൽ ഈ പറയുന്ന ബോസണ്ണന് തന്നെ അറിയാം ഈ പറയുന്ന ആദിലെ പുറത്താക്കണം എന്നുള്ളത്. അപ്പം ആദിലെ പുറത്താക്കാനും ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ വോട്ട് ഏകീകരിക്കണമല്ലോ. പക്ഷെ അങ്ങനെ ഏകീകരിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര ശതമാനം വോട്ട് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ജനങ്ങളുടെ മുന്നിൽ സിമ്പതിക്ക് വേണ്ടിയിട്ട് സിമ്പതി പിടിച്ചു പറ്റി വോട്ട് നേടണം. അതിനുവേണ്ടിയുള്ള കളികളൊക്കെ ഇപ്പോൾ ആദിലെ നൂറയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കാരുമില്ല ബേബി, നമുക്ക് നമ്മളെ ഉള്ളു ബേബി, അതുപോലെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ക്യാമറയെ നോക്കി നൂറയും ആദിലെയും ചെയ്യുന്ന കോപ്രായങ്ങൾ കണ്ട് വയ്യ. ഇതിലൊന്നും ആരും വീഴത്തില്ലെന്നുള്ളത് നമുക്കറിയാം. എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ഇവരുടെ ശരിക്കുമുള്ള ഫേസ് എക്സ്പോസ് ആയി കഴിഞ്ഞു. ഇനി എക്സ്പോസ് ആകാനൊന്നും ഇല്ല. ഇവരാണ് ശരിക്കും ഈ ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയിരിക്കുന്നത്. ഇതുപോലെ ഡ്രാമ, നാടകം, അപ്പപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം, അതാണ് ഇവരുടെ നിന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കരുത്, അത് തന്നെയാണ്. അപ്പൊ ആ കൺസെഷൻ റൂമിൽ എന്താണ് സംസാരിച്ചതെന്ന് അറിയാൻ ഇപ്പോഴും നമുക്ക് താല്പര്യമുണ്ട്. ഇവര് പറയുന്നത് വെച്ച് നോക്കിയാൽ ഷോക്കായി പോയി, കണ്ടു, സംസാരിച്ചു, ഇന്ന ആളെ നീ കണ്ടില്ലേ, ലാസ്റ്റ് വേർഡ്സ് എന്താണ് ആ ലാസ്റ്റ് വേർഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ മിസ്റ്റർ ഷാനവാസ് എന്താന്ന് വെച്ചാൽ ഷാനവാസ് ആണല്ലോ ഇവരുടെയൊക്കെ ഗാർഡിയൻ, ആങ്ങള, ഇവരെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ കയ്യിൽ കൊടുക്കുന്ന ആങ്ങളെ കുറിച്ച് ഈ പെങ്ങന്മാർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്തായാലും ഷാനവാസിന്റെ നേരെ നോക്കി പറയത്തില്ലെങ്കിലും ഷാനവാസിനുള്ള പണിയും അവിടെ വെക്കുന്നുണ്ട്. ാണ് ഇവര് കൊറേ വാഴകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവരെയൊക്കെ പറഞ്ഞോട്ടല്ലോ നമുക്ക് വീട് സ്വന്താക്കിയാൽ കുറെ വാഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വാഴകളാണ്. അഹങ്കാരത്തിന്റെ പീക്ക് ലെവൽ. നൂറയുടെ വിചാരം ഫിനാലെ വീക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോ ആയിപ്പോയി, കപ്പ് എനിക്ക് തന്നെ എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തരെയും മാർക്ക് ചെയ്ത് കുറ്റം പറയുകയാണ്. ബാക്കിയുള്ളവരെല്ലാം വാഴകളാണ്, നമ്മൾ രണ്ടും ബേബി, നമ്മൾ രണ്ടുമാണ് കളിക്കാർ. ആ സാധനത്തിനേക്കാളും വളർത്ത് ഞാൻ നട്ടുവെച്ചതാ, പറിച്ചാലും പോരൂല. അതെ, പേര് പറഞ്ഞിട്ട് കാണുന്നില്ല. ഷാനവാസ്ക ആ സാധനത്തിനെ വളമിട്ട് നട്ടു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവിടുന്ന് എഴുന്നേക്കത്തേ ഇല്ല എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ വാഴയ്ക്ക് വളമിട്ട് തടവിട്ടൊക്കെ നമ്മൾ അവിടെ വെക്കുമല്ലോ, അതുപോലെ ഇരിക്കുകയാണ് എന്നാണ് ഈ പറയുന്നത്. ആങ്ങളയോട് പെങ്ങന്മാർക്കുള്ള സ്നേഹം ഫാൻസുകാർ കാണാതിരിക്കരുത്. ഓ അതാകെ തോന്നിയാലോ പറയല്ലേ, അറിയാതോ പിന്നെ ഷാനവാസിനെ ക്ലോസറ്റ് എന്ന് വരെ അവിടെ ആദില പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇത് ഷാനവാസിന് ആവശ്യമാണ്. ഇനി ഷാനവാസിന്റെ നേരെ ഒരു യുദ്ധം നമുക്ക് താമസിയാതെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മൈൻഡ് ഗെയിമറാണ് നൂറ, നമ്മൾ അത് ചിന്തിക്കണം. നൂറ മൈൻഡ് ഗെയിമിലുമാണ് ഇത് കളിക്കുന്നത്. എന്താ വെച്ചാൽ അവിടെ ക്യാമറയെ നോക്കിയൊക്കെ പറയാണ്. എന്തായാലും അഹങ്കാരം തീരെ ഇല്ല കേട്ടോ, രണ്ടുപേർക്കും ഒരു പൊടിക്ക് പോലും അഹങ്കാരം ഇല്ല. ഇതൊന്നും അറിയാതെ ഈ പറയുന്ന ഷാനവാസ് പെങ്ങന്മാരെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. പെങ്ങന്മാരുടെ കൂടെ ചേർന്ന് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ നോക്കിയെടുത്തോളം ആദ്യം കണ്ട ഷാനവാസിനൊന്നും അല്ല ഇപ്പോൾ ഇവരുടെ ഒരു ലൂപ്പിൽ വീണുപോയ ഒരു ഷാനവാസ്. അത് ഷാനവാസിന് ശരിക്കും നെഗറ്റീവ് അടിക്കും. ഇവരും അകത്തിരുന്നുകൊണ്ട് അത്യാവശ്യം ഷാനവാസിനെതിരെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു അനുമോളുടെ കൂടെ നിന്നും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അനുമോൾ ഇപ്പൊ നൈസായിട്ട് മാറിയിട്ടുണ്ട്. അനീഷ് ഒരുപാട് പ്രാവശ്യം പോയി പറഞ്ഞ് ഇവരുമായിട്ട് മിണ്ടാനൊക്കെ. അനുമോൾ പറഞ്ഞു ഞാനിപ്പോൾ മിണ്ടുന്നില്ല, ഞാൻ ഇനി വെളിയിൽ പോയിട്ടൊക്കെ മിണ്ടിക്കോളാം, മിണ്ടണം തോന്നിയാൽ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അനീഷിന്റെ വേറെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ആത്മാർത്ഥമായിട്ടും പറഞ്ഞിരിക്കാം. പക്ഷെ ഗെയിമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവരുടെ അനുമോളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പരിപാടി, പക്ഷെ ഇനി അത് സ്പ്ലിറ്റ് ആവുന്നതെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ വെളി വന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു അബദ്ധം ആരും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അനുമോളെ വിളിച്ച് ഇന്ന് നെവിൻ കിച്ചണിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദില പിന്നെ കിച്ചണിൽ ജോലി ചെയ്യത്തില്ലല്ലോ, അവിടെ കളിപ്പീരാണല്ലോ, വിളമ്പാൻ പോവും. അവിടെ വഴക്കുണ്ടാക്കി അനുമോളെ അവിടുന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് അനുമോള് പിന്നെ കിച്ചണിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ നെവിന്റെ കൂടെ അത് കിച്ചണിൽ കയറിയിട്ടുണ്ട്. നെവിൻ പറഞ്ഞു കിച്ചണിൽ നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നെവിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സഹിക്കാതെ രണ്ട് ബേബീസ്, കൊച്ചു കുട്ടികൾ, രണ്ട് ബേബി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് കേൾക്കണം.
അവിടെ അനുമോള് നിൽക്കുന്നത് കണ്ടിട്ട് വന്നിട്ട് ആദിലയോട് നൂറ പറയുകയാണ്, വാ നമുക്ക് അവളെ പോയി കളിയാക്കി ട്രിഗർ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുമ്പോൾ സംസാരിക്കുന്നതാണ്. എത്രമാത്രം ക്രൂക്കനാണ് ഈ നൂറ. എല്ലാരും പറഞ്ഞു നൂറയെ ആദിലയാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനൊന്നും അല്ല, ഇത് രണ്ടും കണക്കാ, രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. നമ്മള് ഇപ്പൊ നൂറ ഇതിനു മുമ്പേ പുറത്തായിരുന്നെങ്കിൽ ഒരുപാട് സിമ്പതി ഈ നൂറയ്ക്ക് കിട്ടിയാനെ. എന്തായാലും നൂറയ്ക്ക് സിമ്പതി കിട്ടണ്ടെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും നൂറയുടെ കറക്റ്റ് സ്വഭാവം വെളിയിൽ വന്നിട്ടുണ്ട്. ആദിലേക്കാൾ ക്രൂക്കറാണ് ഈ നൂറ. ഇപ്പൊ കളിയാക്കാൻ പറ്റിയ ചാൻസ്. ബിഗ് ബോസ് നിങ്ങൾ ക്യാമറ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഒളിച്ചോട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. കിച്ചണിന്ന് സ്ഥിരം ഒറ്റ പോക്കായിരിക്കും. പിന്നെ ഞാനെടുത്ത് എന്താക്കണം, ഫ്ലോറിലോ കക്കൂസിലോ അങ്ങനെ ഇടേണ്ടി. അപ്പം കളിയാക്കാൻ ഇപ്പൊ നല്ല സമയമാണ്, നമുക്ക് പോയി കളിയാക്കാന്ന് നൂറ പറയുന്നുണ്ട്. അതുപോലെ ആദിലയും അത് പറയുന്നുണ്ട്. അപ്പുറത്തേക്ക് പറയാണ്, ഓ ഇനിയിപ്പൊ കിച്ചണിൽ നിന്നൊക്കെ ഒരു ഓട്ടോ ഒക്കെ പ്രതീക്ഷിക്കുക. എന്ന് വെച്ചാൽ ഇവളുമാരെ പേടിച്ച് അനുമോൾ അങ്ങ് ഓടിപ്പോകും. എന്നിട്ട് എനിക്ക് ക്യാപ്റ്റന്റെ പവർ കാണിക്കണമല്ലോ, ഞാനിനി ഫ്ലോറിലോ കക്കൂസിലോ ഒക്കെ എനിക്ക് ചിലപ്പോ അനുമോളെ ഇടേണ്ടി വരും. ഞാൻ ക്യാപ്റ്റൻ ആണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇനി ക്യാപ്റ്റന് ഒരു ദിവസം കൂടെ ഉള്ളൂ. ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് തീരാറായി. പക്ഷേ അഹങ്കാരം ഇവർക്ക് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം പവർ ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരത് നെഗറ്റീവായിട്ട് ഏതെല്ലാം രീതികളിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കത്തില്ല എന്നുള്ളത് പണ്ടുള്ളവർ പറയുമല്ലോ. ആ നൂറയ്ക്കും ആദിലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു ഒത്തൊരുമയില്ലാത്ത ആൾക്കാരാണ്. പല സമയങ്ങളിലും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അനുമോൾക്കെതിരെ ആയതുകൊണ്ടും ഇതിന് കൺസെഷൻ റൂമിൽ പോയിട്ട് എന്തൊക്കെയോ ഹിന്റ് കിട്ടിയത് കൊണ്ടും രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് യോജിച്ച് നിന്ന് ഗെയിം കളിക്കുന്നു. അതുപോലെ തന്നെ വെളിയിലേക്ക് കുറെ കണ്ടന്റുകൾ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനുമോൾക്കെതിരെ കുറെ കണ്ടന്റുകൾ കൊടുക്കണമല്ലോ. അനുമോളെ എങ്ങനെയെങ്കിലും ഒന്നുകിൽ അനുമോളെ ഫിസിക്കൽ അസാൾട്ട് ഇങ്ങോട്ട് ചെയ്യണം. അനുമോള് അറിയാതെ പോലും തട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ് പുറത്തായി കളയും. ഇതൊക്കെ ആയിരിക്കാം ഇനി ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ആ ചതിയിൽ അനുമോൾ പെടാതിരുന്നാൽ മതിയായിരുന്നു. ഓടണം മിസ്റ്റർ, നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓവർ ആക്കിയെന്ന്. ഇവരുടെ എല്ലാം വിചാരം അനുമോൾ ഇവിടെ ഓവർ ആക്കി ചളവാക്കുകയാണ്, ഞങ്ങൾ ഇതെല്ലാം തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ യഥാർത്ഥ ഫേസ് ഞങ്ങളാണ് തുറന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ റിയൽ, ബാക്കിയുള്ളവരുടെ ഫേസ് ഞങ്ങൾ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേക അനുമോളുടെ. എന്തായാലും ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിലും വെളിയിൽ എക്സ്പോസ് ആയത് മൊത്തം ഇവർ രണ്ടുവാ. എന്തായാലും അതിലൊരു സമാധാനമുണ്ട്. എല്ലാവർക്കും ഇവരെ കുറിച്ച് ഇപ്പൊ നല്ല ധാരണയാണ്. ഇഷ്ടണ്ടാകുമ്പോൾ ഇറങ്ങി പോവാ, ഇഷ്ടണ്ടാകുമ്പോൾ കയറിയത് ഇതെന്താ ശത്രു മനസ്സിലാകുന്നത്. എന്തൊക്കെ ആയാലും മലപ്പുറം കത്തി. അപ്പൊ പെങ്ങന്മാർക്ക് സപ്പോർട്ടായിട്ട് ഷാനവാസ് പറഞ്ഞു, ഇതൊക്കെ ശത്രുവാണോ, തോന്നുമ്പോൾ കയറി പോവാ, തോന്നുമ്പോൾ ഇറങ്ങി പോവാന്നുള്ളത്, തോന്നുമ്പോൾ കയറി വരിക, അല്ലാത്തപ്പോൾ ഇറങ്ങി പോവാന്നുള്ളത്. അപ്പൊ ഞാൻ ഷാനവാസോട് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിന്റെ നിയമപ്രകാരം 24 മണിക്കൂർ കൂടുതൽ ഒരാൾ വെളിയിൽ പോയാൽ അയാളെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറ്റാൻ ഒരു ഇതുമില്ല, ഒരു നിയമവും ഇല്ല. ഓക്കെ, ഈ പറയുന്ന പോലെ സത്രമാണോ ഇത്? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഓക്കെ അഭിനയിച്ചതായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ഇത് വന്നു, ഓക്കെ, അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് പോലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട് വിട്ട് ഏത് കാരണവശാലും വെളിയിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം അകത്തോട്ട് കയറ്റത്തില്ലെന്നാണ് നിയമം. എന്നിട്ട് നിങ്ങൾ അകത്തോട്ട് കയറിയില്ലേ? അപ്പൊ തിരിച്ചു ചോദിക്കട്ടെ, ഇതെന്താ സത്രമാണോ, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തിരിച്ചു പിന്നെ കയറി വരാനും എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിപ്പോ അസുഖത്തിന്റെ പേരിലായിരിക്കാം, എന്തിന്റെ പേരിലായിരിക്കാം. ബിഗ് ബോസ് ആദ്യമേ ലാലേട്ടൻ അത് അവിടെ പറയുന്നുണ്ട്, ഈ ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ. 24 മണിക്കൂറിൽ കൂടുതൽ ഒരാൾ വെളിയിൽ ഏത് കാരണവശാലാണെങ്കിലും, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് കാരണവശാലായാലും വെളിയിൽ പൊക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറ്റത്തില്ലെന്നാ പറഞ്ഞ്. അപ്പൊ ഷാനവാസിനെ കയറ്റിയില്ലേ? നെവിൻ വിളിച്ചുകൊണ്ടാണ് അവിടെ അനുമോള് പോയത്. അപ്പൊ പെങ്ങന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുക. പെങ്ങന്മാരാണെങ്കിൽ പുറകിൽ നിന്ന് കുത്തോടെ കുത്തും. അപ്പൊ അനീഷ് അവിടെ പറയുന്നുണ്ട്, അവരോട് ആരും പ്രതികരിക്കാൻ പോകരുത്, ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുമെന്നുള്ളത് അനീഷിന് കൃത്യമായിട്ട് അറിയാം അനുമോള്. അതിനാണ് അവിടെ അനീഷ് പറയുന്നത് അവിടെ അവളോടൊന്നും മിണ്ടണ്ട, എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇതായിട്ട് പറയുന്നത്. പക്ഷെ ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ്, ഈ പറഞ്ഞ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ്, അനുമോളെ പറയുന്നത് അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അനീഷ് ഉദ്ദേശിച്ചതല്ല. അനുമോള് കൃത്യമായിട്ട് അവിടെ കോർണർ ചെയ്യാൻ പോയാൽ കൃത്യമായിട്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളത് അനീഷിന് അറിയാം. പക്ഷെ ഈ പൊട്ടന്മാർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒക്കെ ഒരുപാട് കണ്ടത് അനീഷ് ഒരു ഗെയിമറാണ്. അതുകൊണ്ട് നമ്മൾ അനീഷിന്റെ ഗെയിമിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അനീഷ് അതാണ് കുറച്ച് ദിവസം കൊണ്ട്, കുറച്ച് നേരമായിട്ട്, ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ആദിലയും നൂറയും ഈ അനുമോളെ കൂടെ ഒന്നിപ്പിക്കാൻ നടക്കുന്നു. അത് സ്നേഹത്തിന്റെ മേളിലൊന്നും അല്ല. ഇവരൊന്നിച്ചാലേ അനീഷിന്റെ പണി നടക്കത്തുള്ളൂ. ഓക്കെ, എന്നാലും
നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അനുമോളോട് അനീഷിന് നല്ല സ്നേഹം തന്നെ ഉണ്ട് കേട്ടോ. അനുമോളോട് പേഴ്സണലി ആദിലെ നൂറേക്കാളെല്ലാം പേഴ്സണലി ഒരു ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അനീഷ്. പക്ഷെ അതിനിടെ കൂടെ ഒരു ഗെയിം കളിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഗെയിമറാണ്, അതൊരു ഗെയിമാണ്, അത് നമ്മളെ ഗെയിമായിട്ട് തന്നെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഈ ഷാനവാസിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുന്നില്ലല്ലോ ഈ ഷാനവാസ് ഇവരെ കുറിച്ച് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവരുടെ ഒരു വലയിൽ ശരിക്കും വീണ് കിടക്കുകയാണ്, ഒന്നും മനസ്സിലാകാതെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.